Hey guys, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിലൊരു അടിപൊളിയായിട്ടുള്ളൊരു ബ്രോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഫസ്റ്റ് തന്നെ ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. പാലിതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു അര ടേബിൾ സ്പൂൺ മുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഇതിലേക്ക് സുർക്കയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സുർക്കയും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ടതിന് ശേഷം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ഒരു കോഴിമുട്ട, പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കാം. അരിപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലവർ പൊടി എടുത്താലും മതി. ഞാനിപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ഇതിലേക്ക് ഒരു അര കപ്പ് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടൊന്നും കൂടാതെ ഇതുപോലെയാണ് നമ്മളെ മിക്സ് വേണ്ടത്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചട്ടി വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ചിക്കനൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച മാവിൽ മുട്ടൻ്റെ മിക്സിയിലേക്ക് ഒന്ന് ചിക്കൻ ഒന്ന് ഇട്ടതിന് ശേഷം ഇനി നമ്മൾ മൈദയും മുളകും പൊടിയും കൂടി ഇട്ട മിക്സിയിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡും കൂടിയും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. നല്ല അടിപൊളിയായിട്ടുള്ള ബ്രോസ്റ്റ് നമ്മളെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.